ഇന്ത്യയും മാലദ്വീപുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. കാരണം വളരെ രൂക്ഷമായി ചൈന കയറി ഇടപെടുന്നു. ചൈനയ്ക്ക് അവിടെ ബേസ്, ഫുള്ളായിട്ട് ബേസ്, അതിന് സ്പേസ് കൊടുക്കുന്നു. അതിനേക്കാളും വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതവിടെ ഭരിക്കുന്ന പാർട്ടിയും അവിടുത്തെ പ്രധാനമന്ത്രിയൊന്നുമല്ല അവിടുത്തെ ഇഷ്യൂ. പെട്ടെന്ന് ഇന്ത്യക്കെതിരെ, അതായത് ഇന്ത്യൻ സാധനങ്ങൾ, ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുവാൻ വേണ്ടി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP അവർ ഉത്തരവ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഒരു സീക്വൻസ് വായിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഈ സംഭവം പെട്ടെന്ന് ഇത്ര ഇഷ്യൂ ആകാനുണ്ടായ കാരണം? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ബംഗ്ലാദേശി ജേർണലിസ്റ്റ്, അതായത് വാഷിങ്ടണിൽ വെച്ച് അദ്ദേഹമാണ് ഈ ചോദ്യം ചോദിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട്, അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറിയോട്. അപ്പം ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് മുഷറുൽ അൻസാരി എന്നാണ്. നേരത്തെ അദ്ദേഹം ഖാലിദാസിയ, അതായത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു വെബ്സൈറ്റ് നടത്തുന്നുണ്ട് ബംഗ്ലാദേശിൽ. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്തേക്കുകയാണ്. തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് ബംഗ്ലാദേശിൽ രൂക്ഷമാകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടി, അതായത് BNP, അവർ ഇന്ത്യൻ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുവാൻ പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ബംഗ്ലാദേശിന്റെ ഇലക്ഷൻ കഴിഞ്ഞിടയ്ക്കാണ് വൻ ഭൂരിപക്ഷത്തിനാണ് ഷെയ്ഖ് ഹസീന, അതായത് അവാമി ലീഗ് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരുന്നത്. അതായത് ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം ഒരു വർഷം മുമ്പ് സിലിഗുഡി ഭാഗത്തു നിന്ന് ആസാമിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിൽ ബംഗ്ലാദേശിന്റെ ആ സെക്ടറിൽ മുഴുവനും കൊടുക്കുവാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് പൈപ്പ് ലൈൻ എടുത്തു. അത് വളരെ സക്സസ്ഫുൾ പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ മനസ്സിലാക്കേണ്ട അതിനേക്കാളും പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഈ ഇന്ത്യൻ ഗുഡ്സിനെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ തീരുമാനമുണ്ടാകുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതായത് ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി. അവർ പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇപ്പോഴത്തെ BJP അറ്റാക്ക് ചെയ്യുന്നു, അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതെല്ലാം ഉണ്ട്, എല്ലാം കൂടെ ക്ലബ് ചെയ്താണ് ഇന്ത്യക്കെതിരെ ഈ അറ്റാക്ക് ഉണ്ടായേക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ബംഗ്ലാദേശിനേക്കാൾ ഇന്ത്യക്കാണ്. അതായത് 14 ബില്യന്റെ എക്സ്പോർട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിലോട്ട് അയക്കുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യയിലോട്ട് ഏകദേശം 2 ബില്യന്റെ കച്ചവടം മാത്രമേ നടക്കുന്നുള്ളൂ. $1 ബില്യൺ ഇത് ഞാനിത് പറയുന്നത്. ഈ $14 ബില്യൺ എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ടാണ് ബംഗ്ലാദേശുമായിട്ട് നമ്മൾ നടത്തുന്ന ട്രേഡ്. അതിലെല്ലാം ഉണ്ട്, സ്പൈസസ്, സാരി. കാരണം ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാരിയാണ്, സ്ത്രീകൾ. ഈ സാരി മുഴുവനും പോകുന്ന ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ അവരുടെ എക്സ്പോർട്ട് നിങ്ങൾക്കറിയാം, അതിനുവേണ്ടിയുള്ള സാമഗ്രികളും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. പിന്നെ സവാള, അങ്ങനെയുള്ള സംഭവങ്ങൾ, കഴിക്കുന്ന പൾസസ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവർക്ക് കൂടുവരെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 71 47 കഴിഞ്ഞിട്ട് 71 ബംഗ്ലാദേശും വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെയും പല വിദഗ്ധർ പറയുന്നത്, ഡിപ്ലോമാറ്റിക് എക്സ്പേർട്ട് പറയുന്നത് ചൈന ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിത് എന്താണിത് കമ്പയർ ചെയ്യുന്ന മോൾഡീവ്സുമായിട്ട്. അതായത് ഇപ്പോഴത്തെ BNP, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി പറയുന്നത് അവരെന്ന് അധികാരത്തിൽ വരുന്നു, ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് കംപ്ലീറ്റ് നിർത്തും. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് കംപ്ലീറ്റ് നിർത്തുമ്പോൾ പിന്നെ ആരുമായിട്ടായിരിക്കും അവർ ട്രേഡ് ചെയ്യണം? കാരണം അവർക്ക് ഏറ്റവും ആവശ്യമുള്ള എസെൻഷ്യലാണ് ഇതൊക്കെ. പിന്നെ ആരുമായിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്? അവിടെയാണ് ചൈന വീണ്ടും അവിടെ ഇടപെടാനുള്ള സാധ്യത ഏറ്റവും കൂടുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കാണാൻ പോകുന്നത്.
കാരണം പെട്ടെന്നുണ്ടാകുന്ന കാര്യമൊന്നുമല്ല. കാരണം അവിടെ ഇനി ഇലക്ഷൻ വന്ന് അവരധികാരത്തിൽ വരണം, അതിന് സമയമെടുക്കും. ഏകദേശം 4 വർഷത്തോളം എടുക്കും, 2030 ആകും. പക്ഷെ അതിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ടെൻഷൻ, കാരണം അവിടെ ഇന്ത്യൻ സാരികൾ കത്തിക്കുന്നു, അവിടെയുള്ള കടകളും മറ്റുള്ള ട്രേഡേഴ്സ് ഇന്ത്യൻ സാധനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. കാരണം ഇന്ത്യൻ സാധനങ്ങളോട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല വിൽക്കാൻ വേണ്ടി. അപ്പൊ ആ രീതിയിലോട്ടാണ് പോകുന്നത്. ഇന്ത്യയായിട്ടുള്ള പാക്ട് ഉണ്ട്, നിങ്ങൾക്കറിയാവുന്നൊരു വസ്തുതയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടം പോലെ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അത് ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി അവർക്ക് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാം ഇല്ലീഗലായിട്ട്. അപ്പൊ അതും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിനെ എത്രമാത്രം സഹായിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് പ്രൊആക്റ്റീവായിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ട് ഇത്രയും അടുത്തു പോകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ജലകരാറ്, അതായത് നദികളിലെ ജലത്തിന്റെ ഷെയറിങ്, അപ്പോൾ അതും ഇവിടെ നിലനിൽക്കുന്ന സംഭവമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് വെള്ളം കൊടുത്തില്ല എങ്കിൽ ബംഗ്ലാദേശിന്റെ പല ഭാഗത്ത് കുടിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല. അതാണ് നിങ്ങൾ ആ ടീസ്റ്റാ റിവറുമായിട്ടുള്ള ഉടമ്പടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പല റിവേഴ്സ് നമ്മൾ റിവർ ഷെയറിംഗ് ഉണ്ട് ബംഗ്ലാദേശുമായിട്ട്. അപ്പൊ എല്ലാ രീതിയുമായിട്ട് ഒരു ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. അപ്പൊ അവരുമായിട്ടുള്ള ട്രേഡ് ആണെങ്കിലും സഹകരണമാണെങ്കിലും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ജമാഅത്ത് സപ്പോർട്ട് ചെയ്യുന്ന BNP, അതായത് ബംഗ്ലാദേശി നാഷണൽ പാർട്ടി, ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തുന്നത്. അത് അമേരിക്കയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വരുന്നു, അത് വീണ്ടും അത് ബംഗ്ലാദേശിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇന്ത്യക്കെതിരെ വലിയൊരു പ്രചരണം ബംഗ്ലാദേശിൽ നടക്കുകയാണ്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും, ഇതാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ്, അതായത് മോദി ഗവൺമെന്റ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇലക്ഷനിൽ കൂടെ. ഇതൊക്കെ ഇതിനകത്ത് അവിടെ വല്ലാത്ത രീതിയിലുള്ള ക്യാമ്പയിനാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് 2-3 ബംഗ്ലാദേശി പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പിടികിട്ടിയത് ബംഗ്ലാദേശിൽ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. പക്ഷെ ഭൂരിഭാഗം ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയോടാണ് താല്പര്യം. പിന്നെ ഈ പറയുന്ന CAA അവിടെ ചോദ്യചിഹ്നമായിട്ട് വരുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്ന ഒരു ഭാഗത്ത്, NRCയുടെ ഡിസ്കഷൻ നടക്കുന്ന, യൂണിഫോം സിവിൽ കോഡ്. കാരണം ഇത് ഇന്ത്യയുടെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുകയാണ്. കാരണം ആസാം ആണെങ്കിലും ഈ വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും, അതായത് ഡിസ്കഷൻ വല്ലാത്ത രീതിയിൽ വേസ്റ്റ് ആയിട്ട് പോവുക. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത് മോൾഡീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പുതിയ ഭരണാധികാരി വന്നിട്ട് ചെയ്ത അതേ പരിപാടി ഈ BNP അത് റിപ്പീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാതാക്കണം, ഇന്ത്യയുമായിട്ട് ട്രേഡ് ഇല്ലാതാക്കണം. പക്ഷെ ഇവരൊക്കെ വെറുതെ പൊളിറ്റിക്കലി ഇത് പറയുമ്പോൾ, ആൾക്കാരെ പിരികേറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഒരു ആന്റി ഇന്ത്യ സംഭവം, ക്യാമ്പയിൻ ബംഗ്ലാദേശിൽ വളരെ രൂക്ഷമായിട്ട് നടക്കുന്നു. അതിന്റെ ഭാഗമാണ് ട്രേഡേഴ്സ് മുഴുവൻ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുവാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ആ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ഡിപ്ലോമസി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടിരിക്കേണ്ട സംഭവമാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീന, അവിടുത്തെ പ്രധാനമന്ത്രി, ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും പിന്തുണ കൊടുക്കുകയാണ്. അവരുടെ കഴിഞ്ഞിടയ്ക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യൻ സാധനങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം ജീവിക്കുവാൻ സാധിക്കുമോ? വീട്ടിൽ ആഹാരം കുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യൻ സാരികളില്ലാതെ ഈ പറയുന്ന ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയുടെ സ്ത്രീകൾ എങ്ങനെ വസ്ത്രമുടുക്കും? കാരണം കറക്റ്റാണ്, ഇത് മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടാകുകയും ഇതിനെ ഏത് രീതിയിൽ ഇന്ത്യ പ്രതിരോധിക്കുന്നു ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും